എടി ഡോറെ, ഇത് എവിടെയാടി ഈ സ്ഥലം? എനിക്കെങ്ങനെ അറിയാം? മോളെ നീയല്ലേ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ശരി ശരി, അത് ഞാൻ സമ്മതിച്ചു. എടാ സംഭവം നീ ആദ്യം മനസ്സിലാക്കി. ഈ മാപ്പ് അവനോട് അവൻ മുങ്ങി. ആ പണ്ടാരം പിടിച്ച മാപ്പാണ് നമ്മളെ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി എന്തായാലും അതൊക്കെ വിടും. ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാവാ. ഇന്നലെ കഴിച്ച ചിക്കനൊക്കെ ഉണ്ടല്ലോ. എടി ഡോറെ, ഡേടി ഒരു വാതിൽ. എവിടെ? കൂട്ടുകാരെ, നിങ്ങൾ ആ വാതിൽ കാണുന്നുണ്ടോ? എന്താ? അവളുടെ അമ്മായിയമ്മനെ കെട്ടിക്കാൻ വേണ്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി അതെടുത്ത് എന്റെ കറ നോക്കുന്നായിരിക്കും. പാർട്ട് 2 എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടക്കങ്ങട്. അതല്ലടാ, നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? എനിക്ക് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് തരുമോ? യൂട്യൂബ് ചാനലാ? എടി, എനിക്ക് അതിന്റെ ABCD പോലും അറിഞ്ഞൂടാ. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, ജിയോ എന്നാ അവന്റെ പേര്. അവൻ അതിന്റെ ഒക്കെ പരിപാടിയൊക്കെ അറിയാം. വാവ്, എന്നാ നമ്മൾ അവന്റെ അടുത്ത് പോയാലോ? ജിയു, കൂട്ടുകാരെ, നിങ്ങൾ ജിയുവിനെ കാണും. ഹായ് ഫ്രണ്ട്സ്, ജിയു. പാർട്ട് 3 നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പിന്നെ പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് കണ്ടിട്ട് വരിക. ഹായ് ജിയു, എന്റെ പേര് ഡോറ. അവനെനിക്ക് ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി തരുമോ? ഈ കൊരങ്ങന്റെ മോനോട് പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. യൂട്യൂബ് ചാനലോ? നിനക്കോ? ഒരു കാര്യം ചെയ്യ്, ഒരു 10 മിനിറ്റ് ഇവിടേക്ക്, ഞാൻ ഇപ്പൊ തന്നെ വരാം. അവനിനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും വള്ളയ്യ? ഇതാര് മാപ്പ് ഉണ്ണിയായിരുന്നോ? മുങ്ങിട്ട് എപ്പ എത്തി? അതെ, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? പിന്നെ അത് പറയാനല്ലേ ഞാൻ 10 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടം വരെ വന്നേ. ഈ വാതിലിടന്ന് പോയാ മതി. വാ, എന്റെ മോനെ സീന്, ഞാൻ പറഞ്ഞില്ലേ അവൻ മുത്താണെന്ന്. വാ, കേറിപ്പോന്ന വാതിലിന് വല്ല പരലോകത്തേക്കായിരിക്കോ? അത് കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കാം. എടാ കൊരങ്ങന്റെ മോനെ, അത് തുറക്കാൻ പറ്റൂലടാ. ഞാൻ കൊറേ മുന്നേ നോക്കിയതാ. പാമ്പ്? പാമ്പല്ല, ഞാനാ. എടാ വിവരങ്ങട്ടവനെ ശൂശു എന്നാണോടാ വിളിക്കുന്നേ? സോറി വിളിച്ചു, മാപ്പാക്കണേ. നീ പോടാ കൊരങ്ങന്റെ പോയെ. ഓക്കെ അല്ലേ? ഈ 2 വിഡ്ഢികളെയും കൊണ്ട്. എടാ നിർത്ത്, നമ്മളിനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാം. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഒരാളെ ഇപ്പൊ വിളിക്കാൻ വേണ്ടി പോവാ. ആര്? നിന്റെ അച്ഛനെയാ? എനിക്ക് ഒട്ടായ കുരുങ്ങേരി, ഡോറമോളെ, ഞാൻ വന്നു. ഗൈസ്, പാർട്ട് 5 ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. ഓക്കെ, ഇറങ്ങങ്ങട് വാ. കുറുങ്ങേരി വന്നോണ്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റി. ഇതൊക്കെ എന്ത്? ഡോറമോളുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വന്നേ. ഹലോ, എന്റെ പേര് ഡോറ. ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അതല്ലടാ കുറുക്കന്റെ മോനെ, നിനക്ക് വയ്യ അറിയോ? ആരത്? ഓ, ഡോറമോളായിരുന്നു. പിന്നെ വയ്യ എനിക്കറിയില്ലേ? ഓ അല്ല, അപ്പൊ ഞാൻ എന്തിനാ ഇവിടെ? നിന്നെ കൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ഉപകാരമൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഹൗ ടു ഗോ ഡോറാസ് ഹോം. വഴി അറിയാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പാണല്ലേ പരിപാടി. അത് പിന്നെ എന്താ വെച്ചാലേ, പോകുന്ന വഴിക്ക് വല്ല കുണ്ടും കുഴിയും ഉണ്ടോന്ന് നോക്കായിരുന്നു ഞാൻ. എല്ലാരും ഒന്ന് കേക്ക്, എനിക്കൊരു ഐഡിയ ഉണ്ട്. എടാ മാപ്പേ, മാപ്പുണ്ട്. നിന്റെ ഒരു ഐഡിയ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്കല്ല, നിനക്ക്. നീ പറയടാ കേട്ടാ. ആദ്യം തന്നെ നമ്മളെല്ലാവരും അയാൻസി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് പാർട്ട് 6 കടക്കാൻ. അതിലെ ഇനി എന്താ നോക്കുന്നേ? ഭൂമി ഉരുണ്ടല്ലേ, എവിടെയെങ്കിലും പോയി. അത് ഏറെക്കുറെ ശരിയാ. നിക്കവിടെ. ബക്ക 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 ബക്ക. ഇതേത് ജീവി? ഉജി, അതാണ് ബക്ക ബക്ക ജന്തു. ബക്ക ബക്ക ജന്തു അല്ലേ നിന്റെ മാങ്ങാച്ചാർ ഉണ്ടായിരിക്കടി. അറ നീ ബക്ക 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 ഞാൻ പറയുന്ന ചോദ്യം ചോദിക്കാതെ നിനക്കൊക്കെ ഈ വാതിൽ കടന്ന് ഈ സ്ഥലം കടന്ന് പോവാൻ പറ്റൂല. നിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീ പോകുന്ന വഴി വല്ല പാണ്ടിലോറി കയറിച്ചവിടെ കൊരങ്ങന്റെ മോനെ. നിന്റെ പൊന്നു മോനെ, നിന്റെ എന്ത് ചോദ്യത്തിന് വേണമെങ്കിലും ഞാൻ ഉത്തരം പറയാലോ. അങ്ങനെ വഴിക്ക് വാ. എടാ മോനെ, ചോദ്യം എന്താന്ന് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ട് പോവാൻ നോക്കടാ.
നെക്സ്റ്റ് പാർട്ടിനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. പറയടാ, ഇതാ പറയാ. ആ എന്റെ ചോദ്യം, കോഴിമുട്ടയുടെ കളർ സുബ്ഹാനല്ലാഹ് പച്ചയായിരിക്കും. എന്തുവാ കോഴിമുട്ടയുടെ കളർ? കോഴിമുട്ടയുടെ കളർ കൂട്ടുകാരെ, നിങ്ങൾക്ക് കോഴിമുട്ടയുടെ പച്ച. അല്ല, ഈ കോഴിമുട്ടയുടെ കളർ എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയായിരുന്നു. നിങ്ങൾക്ക് ഇനി വാതില് ഈ സ്ഥലം കടന്ന് പോകുന്നതാണ്. രക്ഷപ്പെട്ട്. വാടോറപ്പുവാ. അതെ, അടുത്ത പാർട്ടിനായിട്ട് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എടി ഡോറെ, ഇവിടെ മൊത്തം ബ്ലോക്ക് ആണല്ലോ. ഇതല്ല, ഇതിനപ്പുറം കടന്നവനാ ഈ ഡോറ. മാപ്പേ വന്നു ഞാൻ. എന്താ പറയൂ ഡോറ, എന്താ വേണ്ടേ? വാവ്, ഇത്രയും പെട്ടെന്ന് വന്നു മാപ്പ്. ആ ബ്ലോക്ക് ഇടന്ന് നമ്മൾ എങ്ങനെയാ പോകുന്നേ? എവിടെ? അയ്യേ, ഇതൊക്കെ എന്ത്? ഈ ബ്ലോക്ക് കടന്നു പോണെങ്കിൽ ഇതിനെയൊക്കെ കൊണ്ട് എടാ, രണ്ടുപേരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ല. എങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പാർട്ടിനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ? എടി ഡോറേ, പോയി കിടക്കാ. എന്തുവാ? എടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞേ, നമുക്കിന്ന് കൊമ്പങ്ങാട് വരെ പോണ്ടയാ. എടി കുഞ്ഞാപ്പൂന്റെ ബർത്ത്ഡേ ആടി ഇന്ന്. ഞാൻ വരൂല. കഴിഞ്ഞോട്ട് എന്റെ ബർത്ത്ഡേക്ക് അവൻ വന്നിട്ട് ഒരു ഗിഫ്റ്റ് എങ്കിലും എനിക്ക് തന്നോ? ഇതുകൊണ്ട് ഇതുവരെ മറന്നില്ലേ? എടി അത് നീ വിട്ടുകളാ. എടി അവിടുത്തെ ബിരിയാണി തീരോടി വേഗം വാ. എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല കേട്ടാ. ഇവളെയും കൂട്ടാതെ പോയ ഈ കൊമ്പങ്ങാട് പോയോട് ഞാൻ എന്തിനു പറയും? നിങ്ങൾ പറ. പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത പാർട്ടിയിലോട്ട് കിടക്കണ്ടേ നമുക്ക്? ഹലോ, കൊമ്പങ്ങാട് പോയല്ലേ? ഇത് ഞാനാ ബുജി. അതെ, ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. നമ്മുടെ ഡോറ വരൂലെന്ന്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. ബുജി ഇങ്ങോട്ട് വന്നേ. എന്തോന്നാ, ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ലാന്ന്. എന്റെ പൊന്നു വേണം, ഞാൻ ഇപ്പൊ കൊമ്പങ്ങാട് കൊമ്പങ്ങാട് കോയനെ വിളിച്ചതേ ഉള്ളൂ. അയാള് പറയുന്ന നിന്നെയും കൂട്ടിയിട്ട് വരാം. പക്ഷെ അയാൾക്ക് വേറൊരു പണി. ഞാൻ എത്ര വട്ടം പറഞ്ഞു ഞാൻ വരുന്നില്ലാന്ന്. അവളോട് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. അതെ, നിനക്ക് കുഞ്ഞാപ്പ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. ഞാൻ വരുന്നു. എന്തേ ഉണ്ട്. അടുത്ത പാർട്ടിനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. എടാ ബുജി, ഗിഫ്റ്റ് എന്താന്ന് പറയടാ. അപ്പം നിന്നാ പോരെ, കുഴി എണ്ണണോ? കുഴി എണ്ണണം. കുഴിയൊന്നും ഇപ്പൊ എണ്ണണ്ട. ഞാനേ കൊമ്പങ്ങാട് കോയനെ വിളിച്ചുതരാം. ഇങ്ങനെ സംസാരിക്കും. ഹലോ കൊമ്പങ്ങാട് കോയ, എന്റെ പേര് ഡോറ. അല്ല, ഞാൻ വരാ. ബുജ്ജി വെറുതെ ചുമ്മാ എന്തൊക്കെ പറഞ്ഞു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അപ്പൊ ഇനി വാ. കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണ. അപ്പൊ നെക്സ്റ്റ് പാർട്ടിനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ? എന്താവോ? കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണ. എടി ഡോറേ, നായിന്റെ എവിടെ പോയി കിടക്കാ? എന്തുവാ? എടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞേ, നമുക്കിന്ന് കൊമ്പങ്ങാട് വരെ പോണ്ടയാ. എടി കുഞ്ഞാപ്പൂന്റെ ബർത്ത്ഡേ ആടി ഇന്ന്. ഞാൻ വരൂല. കഴിഞ്ഞോട്ട് എന്റെ ബർത്ത്ഡേക്ക് അവൻ വന്നിട്ട് ഒരു ഗിഫ്റ്റ് എങ്കിലും എനിക്ക് തന്നോ? ഇതുകൊണ്ട് ഇതുവരെ മറന്നില്ലേ? എടി അത് നീ വിട്ടുകളാ. എടി അവിടുത്തെ ബിരിയാണി തീരോടി വേഗം വാ. എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല കേട്ടാ. ഇവളെയും കൂട്ടാതെ പോയ ഈ കൊമ്പങ്ങാട് പോയോട് ഞാൻ എന്തിനു പറയും? ഹലോ, കൊമ്പങ്ങാട് പോയല്ലേ? ഇത് ഞാനാ ബുജി. അതെ, ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ. നമ്മുടെ ഡോറ വരൂലെന്ന്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. ബുജി ഇങ്ങോട്ട് വന്നേ. എന്തോന്നാ, ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ലാന്ന്. എന്റെ പൊന്നു വേണം, ഞാൻ ഇപ്പൊ കൊമ്പങ്ങാട് കൊമ്പങ്ങാട് കോയനെ വിളിച്ചതേ ഉള്ളൂ. അയാള് പറയുന്ന നിന്നെയും കൂട്ടിയിട്ട് വരാം. പക്ഷെ അയാൾക്ക് വേറൊരു പണി. ഞാൻ എത്ര വട്ടം പറഞ്ഞു ഞാൻ വരുന്നില്ലാന്ന്. അവളോട് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. അതെ, നിനക്ക് കുഞ്ഞാപ്പ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. ഞാൻ വരുന്നു. എന്തേ ഉണ്ട്? എടാ ബുജി, ഗിഫ്റ്റ് എന്താന്ന് പറയടാ. അപ്പം നിന്നാ പോരെ, കുഴി എണ്ണണോ? കുഴി എണ്ണണം. കുഴിയൊന്നും ഇപ്പൊ എണ്ണണ്ട. ഞാനേ
കൊമ്പങ്ങാട് കോയനെ വിളിച്ചുതരാം, നീ എന്നെ സംസാരിക്കും. ഹലോ കൊമ്പങ്ങാട് കോയ, എന്റെ പേര് ഡോറ. അല്ല ഞാൻ വരാ. ബുജ്ജി വെറുതെ ചുമ്മാ എന്തൊക്കെ പറഞ്ഞു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അപ്പൊ ഇനി വാ. കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണ അപ്പൊ നെക്സ്റ്റ് പാർട്ടിനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, എന്താവോ. കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണ നോക്ക്, അതാണ് കൊമ്പങ്ങാട് കോയയുടെ വീട്. ഇപ്പൊ എനിക്ക് പറഞ്ഞോളൂ. എന്തുവാ? ഒന്നുമില്ല, നമ്മൾ ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പൊ വലതുകാലി വെച്ച് തന്നെ കയറാം. എന്താ അവിടെ ഒരു ശബ്ദം? അവന്റെ പൂർണ്ണ നീ അടിച്ചു പൊളിച്ചു. അവനോട് എത്ര വട്ടം പറഞ്ഞു ഞാൻ റെഡിയാ നിൽക്കാം. അതെ, ഇവിടെ കൊമ്പങ്ങാട് കോയ ഉണ്ടോ? അതെ, ആരാ? ഞങ്ങള് മനസ്സിലായില്ല. ഞങ്ങളാ ഡോറ ബുജ്ജി. ഓ, നിങ്ങളായിരുന്നു ആ മണ്ടന്മാര്. പറഞ്ഞപ്പോ മണ്ടന്മാരാ. അടുത്ത പാർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. ആരെവിടെ? എനിക്ക് എവിടെ മനസ്സിലായില്ലേ? ഡോറ ബുജ്ജി മണ്ടന്മാരോ? ഇയാൾക്ക് വീണ്ടും അതല്ല, ആദ്യമായിട്ട് വീട്ടില് വന്നവരോട് അകത്തോട്ട് കിടക്കുന്ന. അയ്യോ, അത് ഞാൻ മറന്നു. കയറി വാടാ മക്കളെ, കയറി വാ. കയറുകൊണ്ട് അയ്യോ, ഞങ്ങളെ കയറടിച്ചില്ല. എന്ത് കയറ്? അയ്യോ, കയറൊന്നും വേണ്ട, വാ വാടി. ഇവിടെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. അതിനൊരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മറ്റവനോടാ കുഞ്ഞാപ്പൂ. അതും ശരിയാണല്ലോ. കുഞ്ഞാപ്പോ എന്തോ? വാടാ വാ, ഇവരെ പരിചയപ്പെട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതല്ല ബിരിയാണി. നെക്സ്റ്റ് പാർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വന്ന് കേറിയില്ല. എടാ കോഴി, വീട്ടിൽ പോയി വിളിക്കടാ. എടി ഡോറെ, ഞാനേ എന്റെ ഫോണിന്റെ കംപ്ലൈന്റ് ഒന്ന് നോക്കിട്ട് വരാം. അതെ ചേട്ടാ, എന്റെ ഈ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. എന്ത് കംപ്ലൈന്റ് ആണ്? ഇത് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി തന്നെ ഫോണ് പറക്കുന്നില്ല. അത്രേ ഉള്ളൂ, അത് ഞാൻ ശരിയാക്കി തരാം. മോനെ, ആ താഴെ കിടക്കുന്ന സിം എടുക്കും കേട്ടാ. അയ്യോ, ഏട്ടാന്നൊന്നും വിളിക്കണ്ട, വിളിക്കാന്ന് വിളിച്ചാ മതി. എന്നാ മോന്റെ ഫോണ് ശരിയായി. താങ്ക്സ് കാ. പോന്നേ മോനെ, മോന്റെ നമ്പർ പറഞ്ഞേ. എന്റെ നമ്പർ 99999499. ഓക്കെ. എടി ഡോറെ, കഴിക്കാന്നുണ്ട്. പച്ച വെള്ളം നിർത്തില്ല, നീ എനിക്ക് കളിപ്പാട്ടം വാങ്ങിത്തരണം. ഹലോ ഹലോ, നമ്മുടെ പേര് രശീദ്. മോനി എന്നെ മനസ്സിലായ? അല്ല, ഇതാരാ? അപ്പൊ എനിക്കേടെന്ന് മനസ്സിലായില്ലേ? അയ്യോ റഷീദ്. അയ്യോ, പാണ്ടിക്കരിമറ കപ്പലുണ്ട് ഓണെന്ന് എനിക്കെന്തടി വട്ട. അതല്ല, ഇങ്ങനെ വിളിച്ച മറ്റവനല്ല റഷീദ്. എന്നെ ഇയാള് വിളിക്കാറൊക്കെ ഉണ്ട്. പൊറോട്ട ഇറച്ചിയൊക്കെ വാങ്ങിച്ചരാണ്. പൊറോട്ട ഇറച്ചിയൊക്കെ വാങ്ങിച്ചരാണ്. ഇയാളെന്തോ വല്ല ഫുഡ് ഡെലിവർക്കാരൻ ആണെന്നാ തോന്നുന്നു. അയാളൊന്ന് വിളിച്ച് നമ്മളെ ചോദിച്ചാലാ? എന്ത് ഫുഡ് ഡെലിവർക്കാരനാണ്? പോണം മോനെ. അതല്ലടോ, പൊറോട്ട ഇറച്ചി ഫ്രീ ആയിട്ട് തരുമല്ലോ. അതൊന്ന് ഞാൻ നോക്കി നോക്കട്ടെ. ഹലോ, റഷീദിക്കല്ലേ? അതെ, പറയടാ കുട്ടാ. അതെ, പൊറോട്ട ഇറച്ചിക്കറിയും ഫ്രീ ആയി തരുമോ? ഇനിയിപ്പോ എന്താടാ, തരാലോ. ഷെഫിനെ കൊണ്ട്. എടാ, ഇറച്ചിക്കറി 2 എണ്ണം. ഹലോ, 2. അതെ, ഇറച്ചിക്കറി ഒരു 2 എണ്ണം, പിന്നെ പൊറോട്ട 30 എണ്ണം എടുക്കും. അതെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പിടിച്ചേ മണ്ടേ, ഞാൻ ഇവിടെ പോയി അവിടെ വെക്കുന്നു. എവന്മാരെ നീ കണ്ടുപിടിക്കാൻ. കാക്കക്കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. അയ്യോ, ശിക്കാരി ശംഭുവിനെ എങ്ങനെ കണ്ടുപിടിക്കും? ശിക്കാരി ശംഭുവിനെ കണ്ടുപിടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ശിക്കാരി ശംഭു, പുലി ഇറങ്ങിയിട്ടുണ്ടേ. എവിടെ? ശിക്കാരി ശംഭുവിനെ തൊട്ട് സാറ്റേ. നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോടാ ശിക്കാരി ശംഭു. എടി ഡോറ, ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഗൂഗിൾ മാപ്പ് നോക്കി വരാന്ന്. അപ്പൊ നിനക്ക് എവനെ വിശ്വാസമുള്ളൂ?
എടാ പൂജി നമുക്കിനി അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാം. ഇവിടെ നിന്ന് ഇനിയിപ്പോ എങ്ങനെ രക്ഷപ്പെടുമെന്നാ? അതല്ല ഞാൻ പറഞ്ഞ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാന്ന്. ആ വാ നോക്കാം. നിക്കുക അതിന് നീ ഏതാ പൂജി? നമ്മുടെ മാപ്പ്. അതിന് ഞാൻ ഇപ്പൊ നിന്നോട് വല്ലതും ചോദിച്ചാ? മര്യാദക്ക് നീ വഴി മാറിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇത് വെച്ച് തല്ലിക്കൊല്ലും. മാപ്പോ കോപ്പോ ഒന്നും ഞാൻ ഒന്നും നോക്കത്തില്ല. അതല്ല, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി കിട്ടി. എന്റെ പൊന്നു മാപ്പേ, മാപ്പുണ്ട്, നീ ഒന്ന് മാറി തന്നാ മതി. വേണ്ടെങ്കിൽ വേണ്ട. ശവനെ ഞാൻ കുറെ നാളുണ്ട് സഹിക്കുന്നു. പനക്കൊരങ്ങന്റെ അവൻ. പാർട്ട് 2 ചാനൽ ഇപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ അതെ, ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡോറ ബുജിയുടെ വേറെ കുറെ സീസൺസ് വീഡിയോസ് ഒക്കെ കാണാം.